सुहृदगणे, केरलम में एलडीएफ, यूडीएफ दोनों ही बीजेपी पर निशाना साध रहे हैं। इसका मतलब ये कि ये दोनों भ्रष्टाचारी पार्टियां अगर किसी से डरी हुई है तो वो है बीजेपी। इन्हें बीजेपी का डर इसलिए है क्योंकि इनको लगता है अगर बीजेपी यहां सरकार में आ गई तो इनके सारे काले कारनामों का सच सामने आ जाएगा। दशकों से एलडीएफ, यूडीएफ ने यहां बड़े बड़े घोटाले किए हैं, लेकिन इन दलों की सरकारें कभी भी एक दूसरे पर कार्रवाई नहीं करती। ये आपके सामने सिर्फ झूठे बयान देती है। बीजेपी सरकार आई तो एलडीएफ, यूडीएफ के हर घोटालों की जांच कराएगी, केरलम की जनता को न्याय दिलाएगी। इसलिए ये दोनों गठबंधन केरलम में बीजेपी सरकार बनने के डर से, ये जन सैलाब के समर्थन से इनकी नींद हराम हो गई है, ये डर रहे हैं। സുഹൃത്തുക്കളെ, കേരളത്തിൽ എൽഡിഎഫും യുഡിഎഫും ബിജെപിക്ക് നേരെ ഉന്നം വയ്ക്കുകയാണ്. ഇതിന്റെ അർത്ഥം ഈ രണ്ട് അഴിമതിക്കാരും ആരെയെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അത് ബിജെപിയെ മാത്രമാണ്. ഇവർ ബിജെപിയെ ഭയക്കുന്നതിന്റെ കാരണം ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. കേരളത്തിൽ ബിജെപി സർക്കാർ ഉണ്ടാക്കുന്ന പക്ഷം ഇവരുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരും. പതിറ്റാണ്ടുകളായി എൽഡിഎഫും യുഡിഎഫും വലിയ വലിയ കുംഭകോണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ഇവർ പരസ്പരം നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇവർ നിങ്ങളുടെ മുമ്പിൽ കള്ള പ്രസ്താവനകളും ഭീഷണികളുമൊക്കെ പരസ്പരം മുഴക്കും. ബിജെപി സർക്കാർ അധികാരത്തിൽ വന്നാൽ എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും സകല കുംഭകോണങ്ങളെ പറ്റിയും അന്വേഷണം നടത്തും. കേരളത്തിലെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കും. ഇതറിയുന്നത് കൊണ്ട് ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ ബിജെപി സർക്കാർ വരുന്നതിനെപ്പറ്റി ആലോചിച്ച് ഭയപ്പെടുന്നു. ഇന്നിവിടെ കൂടിയിട്ടുള്ള ഈ വലിയ ജനക്കൂട്ടം അവരുടെ മനസ്സുകളിൽ ഭയം സൃഷ്ടിക്കുകയാണ്. एनडीए सुहृदगणे, चुनाव में पर्दे के पीछे कौन किसकी बी टीम है, ये केरलम के लोगों के सामने इसकी भी सच्चाई में आज रखने वाला हूं। कांग्रेस और कम्युनिस्ट पूरे देश में एक दूसरे से गठबंधन करते हैं। बिहार देख लीजिए, झारखंड देख लीजिए, आंध्र प्रदेश से लेकर मणिपुर, त्रिपुरा, असम तक कांग्रेस और कम्युनिस्ट का गठबंधन होता है। इंडिया अलायंस पे सब साथ में है। दिल्ली में सरकार साथ में चलाई थी, तमिलनाडु में भी ये दोनों एक साथ अलायंस में है। लेकिन यहां केरलम में कांग्रेस और लेफ्ट वाले एक दूसरे को झूठी गाली देते हैं। इसलिए आपको, मेरे केरलम के भाई बहनों को, इन दोनों से ही सावधान रहना है। സുഹൃത്തുക്കളെ, തെരഞ്ഞെടുപ്പിൽ കർട്ടന് പിറകിൽ ആരാരുടെ ബി ടീമാണ് എന്ന്
ഞാൻ ഇന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാം, ആ സത്യം ഞാൻ പറയാം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രാജ്യത്ത് മുഴുവൻ പരസ്പര സഖ്യത്തിലാണ്. ബീഹാർ, ജാർഖണ്ഡ്, ആന്ധ്രാപ്രദേശ് തുടങ്ങി മണിപ്പൂർ, ത്രിപുര, ആസാം വരെ ഇവർ തമ്മിൽ സഖ്യമുണ്ട്. ഇന്ത്യ സഖ്യമുണ്ട്. പണ്ടിവർ ഡൽഹിയിൽ ഒരുമിച്ച് ഭരിച്ചിരുന്നു. തമിഴ്നാട്ടിലും ഇവർ തമ്മിൽ സഖ്യത്തിലാണ്. എന്നാൽ കേരളത്തിൽ കോൺഗ്രസും ഇടതും പരസ്പരം വ്യാജ ആരോപണങ്ങളും അതോടൊപ്പം ചീത്തവിളിയും നടത്തും. അതുകൊണ്ട് നിങ്ങൾ ഈ കേരളത്തിലെ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ രണ്ടു കൂട്ടരെയും നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. एनडीए सौरगढ़े केरलम में टीम बीजेपी और टीम एनडीए सरकार बनाने के लिए मैदान में है. हम केरलम की जनता के आशीर्वाद से, आप सबके आशीर्वाद से यहां सरकार बनाएंगे और हम केरलम की सेवा में कोई कोर कसर बाकी नहीं छोड़ेंगे. एनडीए का लक्ष्य है केरलम के लोगों के सपने पूरे करना. हमने केंद्र में रहते हुए केरलम के विकास के लिए हर प्रयास किए हैं. जब कांग्रेस केंद्र सरकार में थी, तब केरलम को केंद्र से 10 साल में जितना पैसा मिला, हमने उससे 5 गुना ज्यादा बजट केरलम को दिया है. अर्बन डेवलपमेंट, रोड निर्माण, रेलवे विकास, एग्रीकल्चर डेवलपमेंट, जल जीवन मिशन, पीएम आवास, ये पैसा हर क्षेत्र के लिए दिया गया. लेकिन यहां की राज्य सरकार ने इस पैसे का सही इस्तेमाल नहीं किया. इन पैसों पर आपका अधिकार था, उन्होंने लूटने का काम किया है. സുഹൃത്തുക്കളെ, കേരളത്തിൽ ടീം ബിജെപിയും ടീം എൻഡിഎയും സർക്കാർ ഉണ്ടാക്കാനുള്ള മത്സരത്തിൽ മൈതാനത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ അനുഗ്രഹത്താൽ സർക്കാർ ഉണ്ടാക്കുക തന്നെ ചെയ്യും. എന്നിട്ട് നമ്മൾ കേരളത്തെ സേവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒന്നും ബാക്കി വയ്ക്കില്ല. ബിജെപിയുടെ ലക്ഷ്യം കേരളത്തിലെ ജനങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കുക എന്നതാണ്. നമ്മൾ കേന്ദ്രത്തിൽ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് കേരളത്തിന്റെ വികസനത്തിനായി എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. കോൺഗ്രസുകാർ കേന്ദ്രത്തിലിരിക്കുമ്പോൾ എത്ര പൈസയാണോ 10 വർഷം കൊണ്ട് കേരളത്തിന് കൊടുത്തത്, അതിന്റെ 5 ഇരട്ടിയിലധികം പണം നമ്മൾ കേന്ദ്രത്തിലിരിക്കുമ്പോൾ കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. നഗരവികസനം, റോഡ് നിർമ്മാണം, റെയിൽവേയുടെ വികസനം, കൃഷിയുടെ വികസനം, പുരോഗതി, ജൽജീവൻ മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, നമ്മൾ എല്ലാ മേഖലയ്ക്കും ഈ പണം കൊടുത്തിട്ടുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ പണം ശരിയായ രീതിയിൽ ചെലവാക്കിയിട്ടില്ല. അവർ നിങ്ങൾക്ക് അധികാരപ്പെട്ട പണം കൊള്ളയടിക്കുകയായിരുന്നു. एनडीए सौहृदगढ़े आज केरलम पर 5 लाख करोड़ रुपए से ज्यादा का कर्ज हो गया है. 10 साल में ये कर्ज 3 गुने से ज्यादा बढ़ा है. ऐसे में केरलम के लोग सवाल पूछ रहे हैं, केरलम के हिस्से का, जनता की मेहनत का ये पैसा कहां जा रहा है? जवाब एक ही है, एलडीएफ वालों की जेबों में. जब यहां
एनडीए सरकार आएगी तो भ्रष्टाचारियों से ये पैसा वसूला जाएगा और केरलम की जनता के विकास में लगाया जाएगा। സുഹൃത്തുക്കളെ, ഇന്ന് കേരളം 5 ലക്ഷം കോടി രൂപയിലധികം കടം കയറിയ അവസ്ഥയിലാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കടം 3 ഇരട്ടിയിലധികമായി. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുകയാണ്, കേരളത്തിന് അവകാശപ്പെട്ട പണം, കേരളത്തിലെ ജനങ്ങളുടെ അധ്വാനത്തിന്റെ വിലയായ പൈസ എവിടെ പോയി എന്ന്. ഇതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, LDFകാരുടെ കീശയിൽ പോയി. ഇവിടെ NDA സർക്കാർ വന്നാൽ അഴിമതിക്കാരുടെ കയ്യിൽ നിന്നും അവർ മോഷ്ടിച്ച പൈസ തിരിച്ചു പിടിക്കും. എന്നിട്ട് ആ പൈസ കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിനായി ചെലവഴിക്കും. एनडीए सौगड़े केरलम के पास भरपूर सामर्थ्य है, यहां प्राकृतिक संसाधन है, समुद्र है, खेती है, पर्यटन की अपार संभावनाएं हैं और यहां के शिक्षित युवाओं की प्रतिभा, मेहनत और क्षमता, ये सब केरलम की बहुत बड़ी पूंजी है। फिर भी केरलम आज पलायन की विभीषिका से जूझ रहा है। पिछले 10 वर्षों में यहां राज्य सरकार द्वारा कोई ऐसा बड़ा औद्योगिक प्रोजेक्ट नहीं शुरू हुआ जिससे यहां के युवाओं को रोजगार मिलता। സുഹൃത്തുക്കളെ, കേരളത്തിന്റെ കൈവശം മതിയായ പ്രതിഭയുണ്ട്, പ്രകൃതിയുടെ അനുഗ്രഹമുണ്ട്, സമുദ്രമുണ്ട്, കൃഷിഭൂമിയുണ്ട്, വിനോദസഞ്ചാരത്തിന്റെ അപാരമായ സാധ്യതകളുണ്ട്. ഇവിടെ വിദ്യാഭ്യാസമുള്ള യുവതീ-യുവാക്കളുടെ പ്രതിഭയുണ്ട്, അവരുടെ അധ്വാനശേഷിയുണ്ട്, കഴിവുണ്ട്. ഇതൊക്കെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ മൂലധനം. എന്നിട്ടും കേരളം പലായനത്തിന്റെ, വിദ്യാഭ്യാസവും തൊഴിലും തേടി അന്യനാട്ടിലേക്ക് പോകുന്ന യുവതയുടെ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ, നിങ്ങൾ ഓർക്കണം, യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു വലിയ ഔദ്യോഗിക സ്ഥാപനം പോലും ആരംഭിച്ചിട്ടില്ല. एनडीए सौगड़े कांग्रेस और लेफ्ट का ट्रैक रिकॉर्ड रहा है, ये जहां सत्ता में आते हैं वहां सब चौपट करके ही जाते हैं। बंगाल में लेफ्ट ने क्या किया ये पूरा देश जानता है। त्रिपुरा में लेफ्ट ने क्या किया पूरा देश जानता है। कांग्रेस ने देश भर में क्या किया ये भी सबने देखा है। इनके उसी कुचक्र में केरलम भी पिसता रहा है। यहां सरकारी कर्मचारियों के वेतन में देरी की खबरें आती है, पेंशन के भुगतान में भी परेशानी की बातें सामने आती है। केरल में नौकरी करने वाले परिवार की चिंता यही रहती है कि अगले महीने उनका वेतन आएगा या नहीं आएगा। സുഹൃത്തുക്കളെ,